നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനി, ഹിജറ കലണ്ടർ പ്രകാരം മുഹറം 1 നാളെ. പുതുവത്സര ആശംസകൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നേരും. മറ്റൊന്ന് നടൻ സുകുമാരൻ്റെ ചരമവാർഷിക ദിനമാണ്. അവന് ഒരിക്കൽ കൂടി നിത്യശാന്തി നേടും. ഇന്ന് ട്രിവാൻഡ്രത്ത് CPM-ൻ്റെ ഒരു പ്രതിഷേധ പ്രകടന ജാഥ കണ്ടു. എന്നറിയോ, RSSും BJPയും സംഘടിതാകും ഗുണ്ടകളാകുന്നു, അതിനെ ഒതുക്കണമെന്ന്. എൻ്റെ പൊന്ന് CPM അനുയായികളെ, ആ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 4ാമത് ജയിച്ചു എന്ന ഒരു സ്ത്രീ ഉണ്ടായില്ലേ, പക്വതയും വിദ്യാഭ്യാസമുള്ള സ്ത്രീ, തലയിലൊരു തട്ടമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അവർ നിങ്ങൾക്ക് മേയറാക്കാതെ ഏതോ ഒരു നായർ പെൺകുട്ടിയെ, 21 വയസ്സായ നായർ പെൺകുട്ടിയെ സ്ഥാനം കൊടുത്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ ജനങ്ങൾ വോട്ട് ചെയ്യുക? അടി അങ്ങോട്ട് കിട്ടി, ചന്തിക്ക് അടി കിട്ടിയപ്പോഴില്ല. MLA രാജഗോപാലല്ല, വേണുഗോപാലൊക്കെയാണ് നയിക്കുന്നത്. ചന്തിക്ക് അടി കിട്ടിയപ്പോൾ പ്രകടനം തുടങ്ങി. അതല്ല, നിങ്ങൾക്ക് മാതൃകയായിരിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചില മാതൃകാ പ്രവർത്തകരായിരിക്കണം. ആ വെള്ളാപ്പള്ളിയുടെ പേരിലുള്ള കേസ് 10 വർഷമായില്ലോ, 5-6 വർഷമായില്ലേ? നിങ്ങൾ നാട്ടിൽ ജീവിച്ചതില്ലേ? ഇത്രയും അനീതിയായിട്ട് മുസ്ലിം ലീഗിനെ വിട്ടുകളയാ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞു വിട്ടുകളെ. അയാളുടെ കൂട്ടുകാരനെ അല്ലെങ്കിൽ കൊല്ലാൻ സാഹചര്യം ഉണ്ടാക്കിയത് ഒരു എനിക്കോ? പിന്നെ വടകര തെരഞ്ഞെടുപ്പിൻ്റെ സ്ക്രീൻഷോട്ടിൻ്റെ ഇത് 10 വർഷങ്ങൾ 5-6 വർഷം കൊണ്ടുവന്നതില്ല, കിട്ടിയോ? അതൊന്നുമല്ല. അതായത് നിങ്ങൾ കണ്ണടിച്ച് ഇരുട്ടാക്കുമ്പോൾ ഇരുട്ടാകുന്നില്ലെന്നും കണ്ണടിച്ച് പൂച്ച പാലൊടിക്കുമ്പോൾ ആരും അറിയുന്നതെന്നുള്ള ചിന്താഗതി തെറ്റാണ് സർ. ഇനിയെങ്കിലും മനസ്സിലാക്കുക, ബി പ്രാക്ടിക്കൽ. ഞാൻ ആദ്യമായിട്ട് പറയുന്നത്, പശ്ചിമ ബംഗാളിൽ 30 വയസ്സുള്ള ഒരു മലയാളി യുവാവിനെ ഒരു കൂട്ടം തെമ്മാടികൾ തല്ലിക്കൊന്നു. കേൾക്കുന്നത് കേരളത്തിൽ നിന്ന് ബംഗാളികളുടെ കൂടെ സ്ഥലം കാണാനോ അല്ലെങ്കിൽ ബംഗാൾ സന്ദർശിക്കാനോ പോയതാണ്. അങ്ങനെ താമസിച്ചിരിക്കാതെ ഇയാൾ ഒറ്റയ്ക്ക് രാവിലെ സ്ഥലം കാണാൻ പോയി, മാർക്കറ്റിൽ പോയി. ഇയാളിൽ ആധാർ കാർഡ് ഒരു കാർഡൊന്നും എടുത്തില്ല, വഴി തെറ്റിപ്പോയി, ഒന്നും പറയാൻ പറ്റില്ല, ഭാഷ അറിയില്ല. അങ്ങനെ സംശയത്തിന് പേര് തല്ലിക്കൊന്നാണ്. ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ 2 പോയിന്റ് പറയാനുള്ളൂ. ഒന്ന്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ സംശയാസ്പദ രീതിയിൽ ആരെയും നിങ്ങൾ തടഞ്ഞുകൊണ്ട് വയ്ക്കാൻ കുഴപ്പമില്ല, പക്ഷേ ദേഹം ചെയ്യാൻ നിയമമില്ല. നിങ്ങൾ അടുത്ത പോലീസിനെ ഏൽപ്പിക്കണം. മറ്റൊന്ന്, നിങ്ങൾ സ്വന്തം വീട് വിട്ട് അന്യ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആധാർ കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും രേഖ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അത് പറയാൻ കാരണം ഹജ്ജിന് 19 ലക്ഷം പേര് പങ്കെടുക്കുന്ന, ഔദ്യോഗികമായിട്ടല്ലെങ്കിലും 50 ലക്ഷം പേര് പങ്കെടുക്കുന്നവർക്ക് ഓരോരുത്തർ കയ്യിലും അവൻ്റെ ആ പാസ്പോർട്ടോ അല്ലെങ്കിൽ ആ ഒരു കാർഡുണ്ട്. പാസ്പോർട്ട് കൊണ്ടുവെക്കാൻ പറ്റില്ല, കാർഡ് അവൻ്റെ കയ്യിലുണ്ട്, ആരെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കേരളം വിട്ട് പോകണമെങ്കിൽ അല്ലെങ്കിൽ മറ്റ് അന്യ നാട്ടിൽ പോകണമെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ പ്രത്യേകിച്ചും മനുഷ്യത്വം ഇല്ല. സംഘപരിവാർ വന്നതിന് ശേഷം മനുഷ്യത്വം മര്യാദയോ നിയമമൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പോകുന്നൊരു യാത്രക്കാർ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ആരാണെങ്കിലും ഈ രേഖകളെല്ലാം കയ്യിൽ കണക്കാക്കാം. നിങ്ങൾ ഭാഷ അറിയില്ലെങ്കിൽ, അറിഞ്ഞാൽ രേഖ വേണം. മറ്റൊന്ന്, നിങ്ങൾ ഔട്ട് ഓഫ് സ്റ്റേഷനിൽ പോയി റൂം എടുത്ത് താമസിക്കും. നിങ്ങൾ പുറത്തിറങ്ങി പോയി, ലോഡ്ജിൻ്റെ പേര് മറന്നു പോകുന്നു, സ്ഥലം അറിയില്ല. അപ്പോൾ നിങ്ങൾ സ്ഥലം ഇങ്ങനെ കണ്ട് പോകുമ്പോൾ ദൂരം പോകുന്ന അറിയില്ല. അപ്പോൾ എന്താ കേട്ട് നിങ്ങൾ ലോഡ്ജിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ആ വിസിറ്റിംഗ് കാർഡ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണത് മസ്റ്റാണ്. ഈ ആൾക്കൂട്ടത്തിന് ഒരു സൈക്കോളജി ഉണ്ട്. അവർ കണ്ടുകഴിഞ്ഞാൽ വെറുതെ കാണുന്നവരെല്ലാം വന്ന് ആക്രമിക്കും. ഞാൻ ഉദാഹരണം, തണ്ടക്കാട് സ്ഥലമുണ്ട് എൻ്റെയൊക്കെ നാടിൻ്റെ തൊട്ട്. അവിടെ പണ്ടാണ്, ഇപ്പോഴല്ലേ, ഇപ്പോൾ കാലം മാറി. പണ്ടൊക്കെ ഒരു മുരുടന്മാരായിരുന്നു. ബൈക്കിൽ യാത്ര ചെയ്ത് പോയപ്പോൾ എന്തോ ഒരു എന്തു ചെയ്ത്, മഞ്ഞ് കാലമായതുകൊണ്ട് പുറകിലിരുന്ന അയാൾ സ്ത്രീകളുടെ ഷാള് പോച്ചായിരുന്നത്. അപ്പോൾ അപകടം പറ്റിയത് ഫ്രണ്ടിൽ അടച്ച വണ്ടി ഓടിച്ച്. കുഴപ്പമുണ്ടെങ്കിൽ അയാൾക്ക് വേണം, അല്ലല്ല ഈ വന്നതല്ല, ഇയാൾ സ്ത്രീ ആണെന്ന് ചോദിച്ചാൽ ഇയാളെ ഇടിച്ച് ഒരാഴ്ച ഈ സ്ത്രീ ഈ പുറകിൽ നിന്ന് ആൾ മരിച്ചുപോയി. വണ്ടി ഓടിച്ചവർക്ക് പറ്റിയില്ല. ഒരു മനഃശാസ്ത്രമാണ് അവിടെ. അപ്പോൾ ആൾക്കൂട്ടത്തിൽ പെടാതെ നോക്കണം. ആൾക്കൂട്ടത്തിൽ പെട്ടാൽ പോലും അതിൽ ആക്രമിക്കാനുള്ള യാതൊരു കാരണവശാലും നമ്മൾ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രതി കൊല്ലത്തെ
യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നമുക്ക് വളരെ അന്തസ്സും അഭിമാനം തോന്നാവരെക്കുറിച്ച്. എന്ത് കാര്യമോ, ആ ബിന്ദു കൃഷ്ണയുടെ തലയിലേക്ക് ചൂട് പായസം ഒഴിച്ചത് അറിയാതെ വീട്, അറിയാതെ മുഖത്ത് വീട് അറിയാതെയാണ്. ഒരു മന്ത്രി അടുത്ത് പോയതാണ് തമാശ വെക്കുന്നത്, കരുതി കൂട്ടി ചെയ്താണ്. എന്താ കേട്ടോ, UDF വോട്ട് വാങ്ങി സംഘപരിവാറിന്റെ ഈ കള്ള ഏജന്റായി വെള്ളപ്പിൽ അനുഗ്രഹം വാങ്ങിക്കാൻ പോയ ബിന്ദു കൃഷ്ണ തുടങ്ങിയിട്ടുള്ളൂ. ഇനി നിങ്ങളുടെ യോഗം ബഹിഷ്കരിക്കും. ഇപ്പം ചൂടുകാലം വെച്ചോളൂ. ഇനി നിങ്ങൾ ചെല്ലുമ്പോൾ കോൺഗ്രസ് UDF പ്രവർത്തിച്ച് ചെല്ലാതെ വരും. എന്ത് ചെയ്യണമെങ്കിലും ന്യായീകരണം വേണം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് തെറ്റ് ചെയ്യുക, അത് ന്യായീകരണമാണ്. എന്ത് ന്യായീകരണത്തിലാണോ നിങ്ങൾ വെള്ളാപ്പള്ളിയുടെ വോട്ട് കിട്ടി UDF വോട്ട് കിട്ടി ജയിച്ച് കഴിഞ്ഞപ്പോഴേ അവിടെ പോയി അനുഗ്രഹം വാങ്ങിക്കാൻ പോയത്? SNDP ആളാണെങ്കിൽ നിങ്ങൾ ഇലക്ഷൻ മുമ്പേ അനുഗ്രഹം വാങ്ങിക്കണം. മറ്റുള്ളവർ വോട്ട് കിട്ടി തെണ്ടിത്തരം കാണിക്കരുത്. മറ്റുള്ളവർ വോട്ട് കിട്ടി അധികാരം കിട്ടി മന്ത്രി കിട്ടി, ആ ഷാരിമോൾ ഉസ്മാൻ തകർത്താൽ നിൽക്കുക. അതായത് കാലത്ത് നിങ്ങൾക്ക് മന്ത്രിസ്ഥാനം കിട്ടിയിട്ട് അവസാനങ്ങൾ വെള്ളപ്പഴുത് ആവുതായിരുന്നു അനുഗ്രഹം വാങ്ങിക്കാൻ പോയത്. നിങ്ങൾ അതിനകത്ത് ആ വെള്ളപ്പിള്ള അനുഗ്രഹം വാങ്ങിക്കാൻ ഇലക്ഷൻ മുമ്പ് പോയി നിങ്ങൾ പിന്നെ അസംബ്ലി കാണുമോ? UDF വോട്ട് കിട്ടിയപ്പോഴേ അങ്ങോട്ട് വലിയ ആളും അഹങ്കാരം. പിന്നെ ഞങ്ങൾ ജാതിയായി മതമായി പോയി പോയാൽ കൂടെ ഇനി നിങ്ങളെ ചൂട് ചായ ചൂട് പൈസ എടുക്കണം. ഇനി നിങ്ങൾ യോഗം ബഹിഷ്കരിക്കും. അവോയ്ഡ് ചെയ്യാന്ന് പറയാം. അത് ഏറ്റവും വലിയ ശിക്ഷ, ഒറ്റപ്പെടുത്തൽ. അത് ചെയ്യണം. ഒരു പ്രധാന സംഭവം പറയുന്നത്, മലബാറിൽ 70,000-ഓളം മലബാർ ജമ്പാല ഉത്തര കേരളത്തിൽ മലബാർ എന്ന് പറയും, മലപ്പുറം പറയും, ഉടനെ മുസ്ലിങ്ങളാണെന്ന് തോന്നിപ്പോ. അതൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങളുടെ ഭാഷ ഉത്തര കേരളം എന്നാണ്. അത് പറയാൻ കാരണം സെക്രട്ടേറിയറ്റ് അനക്സ് മധ്യ കേരളത്തിൽ വീടുമെന്ന് പറയുമ്പോൾ നമ്മൾ ആ പ്രയോഗം ഉത്തര കേരളം എന്ന് പറഞ്ഞാൽ, ഉത്തര കേരളത്തിൽ 70,000 കുട്ടികൾക്ക് +2 അഡ്മിഷൻ കിട്ടിയില്ല. ആകെ 1.5 ലക്ഷം ഉള്ളൂ. അപ്പോൾ പകുതിയിലധികം ആൾക്കാർ കിട്ടിയില്ല. ഇവിടെ മധ്യ കേരളത്തിലും ദക്ഷിണ കേരളത്തിലും കുട്ടികളില്ലാതെ സ്ഥാപനം പൂട്ടിപ്പോകുന്നു. ഇടോ എന്ത് നീതിയാണോ ഇത്? സതീഷ് ആയാലും പിണറായി ആണെങ്കിലും എന്തടോ നീതി ഇത്? അതാണ് നീതി. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് സെക്രട്ടേറിയറ്റിന് അനക്സ് മധ്യ കേരളത്തിൽ വേണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നത്. ഇതുപോലുള്ള പല അനീതിയും ഒഴിവാക്കാൻ വേണ്ടിയാണ്. അതിന് നേട്ടമെന്നറിയോ, ഡൽഹിയിൽ നിന്ന് വീണ്ടും ഡൽഹിയിലേക്ക് കൽക്കട്ടയിൽ നിന്ന് തലസ്ഥാനം മാറ്റിയപ്പോൾ ആ പോയ ആ നേതാക്കൾ ചമ്പൽ താഴ്വര വഴിയാണ് പോയത്. ചമ്പൽ താഴ്വരയെ കുറിച്ച് നമ്മൾ പഠിക്കുക, 10ാം ക്ലാസ്സിൽ പഠിക്കുക, ചമ്പൽ കാട്ടിലെ കൊള്ളക്കാരനാണ്. എന്തോ വലിയ വനമാണെന്നാണ്. ഞങ്ങൾ കുറേ വർഷമായിട്ട് ഡൽഹിക്ക് പോകുന്നതല്ലേ, മാസത്തിലേക്ക് പോകുന്നതാണ്. ട്രെയിനിൽ പോകുമ്പോഴും വെറുതെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി വിജനായി കിടക്കുകയാണ്. ഒരു 2-3 അടി പൊക്കമുള്ള മണ്ണിട്ടാണ്, അല്ല കാടൊന്നുമില്ല. പക്ഷെ അതിൻ്റെ വീട് ഗ്യാപ്പിൽ ഒളിച്ചിരുന്നാൽ പട്ടാളത്തെ പോലീസ് വിളിക്കാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് ഏക്കർ കിടക്കാല്ലേ. അവിടെയായിരുന്നു അന്നത്തെ തലസ്ഥാനം തുടങ്ങിയതെങ്കിൽ 100 വർഷം കൊണ്ട് ഇന്നത് ന്യൂയോർക്കിനൊക്കെ വലിയ പട്ടണമാകുമായിരുന്നു. ഇന്നിപ്പോഴത്തെ ലോകത്ത് ഏറ്റവും കൂടുതൽ പൊള്യൂട്ടഡ് ഏരിയ എന്നാണ് ഡൽഹിയാണ്. ഞങ്ങൾക്ക് മാസത്തിലേക്ക് പോയിക്കൊണ്ട് ഇപ്പോൾ ഫ്ലൈറ്റിനാണ് പോകുന്നത്. കാരണം അവിടെ പോയി താമസിക്കാൻ പറ്റില്ല. രാവിലെ വൈകിട്ട് പോരാണ് കമ്മിറ്റി കഴിഞ്ഞ്. അപ്പോൾ ഇന്നത്തെ തലമുറ ചോദിക്കുകയാണ്, അന്നത്തെ തലമുറ കാണിച്ച മണ്ടത്തെ കുറിച്ച്. നിങ്ങൾ ചമ്പൽ താഴ്വര വഴിയല്ലേ പോയത്, അവിടെയാണ് തുടങ്ങിയതെങ്കിൽ 100 വർഷം കൊണ്ട് ലോകത്ത് പ്രസിദ്ധമായ പട്ടണമാകൂലേ എന്ന് ചോദിക്കും. ആ ചോദ്യം വരും തലമുറ ഞങ്ങളെ ചോദിക്കരുത്. അതാണ് നിങ്ങളൊക്കെ വലിയ പരിഷ്കാരികളും ചിന്തകന്മാരും ഉണ്ടായിട്ടും സെക്രട്ടേറിയറ്റ് അനക്സ് വഴി തലസ്ഥാനം എന്തുകൊണ്ടും മധ്യ കേരളത്തിലാക്കിയില്ല. ഇപ്പോൾ തിരുവനന്തപുരം ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. 4-5-6 വർഷം കഴിയുമ്പോഴേക്കും വീണ്ടും ഡൽഹി പോലെ പൊള്യൂഷനായി വരും. അതുകൊണ്ടൊക്കെയാണ് സെക്രട്ടേറിയറ്റ് അനക്സ് വീണ് നമ്മൾ മുറവിളി കൂട്ടുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തത്. അതിപ്പോൾ ഞങ്ങൾ തുടങ്ങിയതിനേക്കാൾ കൂടുതൽ നമുക്ക് അനുഗ്രഹം എന്നറിയോ, അന്ന് നമ്മളാണ് ആവശ്യപ്പെട്ടെങ്കിൽ ഇന്നിപ്പോൾ അവിടുത്തെ ജോലിക്കാർ അവരിൽ ഒരു 60% പേരും ഉത്തര കേരളത്തിലുള്ളവരാണ്. അപ്പോൾ അവർക്കെല്ലാം നാട്ടിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ബാക്കി 40% അവിടെ നിൽക്കട്ടെ, അവർ സെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്കെല്ലാം ഉത്തര കേരളം മാറാം. അപ്പോൾ അവർക്ക് താല്പര്യമുള്ളതുകൊണ്ട് അവരാണ് കൂടുതൽ ഇപ്പോൾ ഇതിനുവേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് ഹൈക്കോടതി കളമശ്ശേരിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ തൽക്കാലം അവിടെ ഇത് തുടങ്ങുകയും അത് 4-5 വർഷത്തിന് ശേഷം മധ്യ കേരളം, നമ്മൾ വിശാല കൊച്ചി പറയുന്നത് കളമശ്ശേരി ഭാഗം ഉദ്ദേശിക്കുകയാണ്. അല്ലാതെ പല സ്ഥലമുണ്ട്, എവിടെയെങ്കിലും നമുക്ക് വിരോധമില്ല, അവിടെ തുടങ്ങുകയും ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ കുസാറ്റ് ആദ്യം വന്നപ്പോൾ തൃപ്പൂണിത്തുറ ഹിൽ പാലസിലായിരുന്നു. അത് 5-10 വർഷം കഴിഞ്ഞപ്പോഴാണ് കളമശ്ശേരി മാറിയത്. അങ്ങനെ കെട്ടേ പോകുള്ളൂ.
ഇത് വിദേശ മലയാളികൾ പണം തരും, സ്ഥലമുണ്ട്, ഗവൺമെൻറ് ഓർഡർ ഇട്ടാൽ മതി, ആർക്കും ബുദ്ധിമുട്ടില്ല, അങ്ങനെ മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ 67% സമയം മുസ്ലിം ലീഗ് കേരളത്തിൽ ഭരിക്കായിരുന്നു. ആകെ ഭരണത്തിൽ 67%. അതിൽ മുഖ്യമന്ത്രി ഉണ്ടായി, ഉപമുഖ്യമന്ത്രിമാരുണ്ടായി, മന്ത്രിമാരുണ്ടായി, എല്ലാം ഉണ്ടായി. എന്നിട്ട് എന്തിടും ആ വിദ്യാഭ്യാസ സ്ഥാപന സീറ്റിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ കുറ്റപ്പെടുത്തല്ല. കാരണം ഞാൻ 5000 സീറ്റ് അനുവദിച്ചാൽ അപ്പോഴും മാണി പറയും അത് ഞങ്ങൾക്ക് കോട്ടയത്തിനും വേണം, തിരുവനന്തപുരത്തും വേണം, എറണാകുളത്തും വേണം. അവരും വാങ്ങിക്കും അതുപോലെ. അവിടെ 10 കൊടുക്കും, അതുപോലെ ഇവിടെയും കിട്ടും. അത് കിട്ടി ഇവിടെ സീറ്റ് കൂടി കുട്ടികളില്ല, അവിടെ സീറ്റ് ഇല്ല, കുട്ടികൾ പഠിക്കാൻ പറ്റായിരിക്കും. പക്ഷെ മുസ്ലിം ലീഗ് 10 വർഷം 67 വർഷം ഭരിച്ചിട്ട് എന്ത് ചെയ്തു മാത്രമല്ല, ഇപ്പോൾ വിദ്യാഭ്യാസ ഉപമന്ത്രി അവരില്ലേ. എന്തെങ്കിലും അറിയാലോ, ഭരണം കിട്ടാൻ. അപ്പോൾ അറിയാമല്ലോ ഏതായാലും ജൂൺ മാസത്തിൽ അഡ്മിഷൻ വേണം, ഇത് ഷോർട്ട് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം. 5 വർഷം നിങ്ങൾ ഭരണത്തിൽ ഇല്ലായിരിക്കല്ലേ, കഴിഞ്ഞ 5 വർഷം പോട്ടെ, ഈ കഴിഞ്ഞ 5 വർഷം അപ്പോൾ എന്തെങ്കിലും മാർഗ്ഗം കണ്ടുപിടിക്കേണ്ടായിരുന്നോ? തൽക്കാലം അഡ്മിഷൻ കൊടുത്തിട്ട് ടെമ്പററി അധ്യാപകർ വെച്ച് 3 വർഷത്തേക്കും അധ്യാപകർ വെച്ചാലോ. അതൊന്നും ചെയ്യാതെ ഉത്തര കേരളത്തോട് കാണിക്കുന്ന അവഗണനയും വിവേചനവും അത് വലിയ ഒരു വിഷയം തന്നെയാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ആലങ്കാരികം പറഞ്ഞാൽ വടക്കേ ഇന്ത്യക്കാരോടും ദക്ഷിണ ഇന്ത്യക്കാർക്ക് തമിഴ്നാടോടും, തമിഴ്നാടിന് കേരളത്തോടും അവഗണനയുണ്ട്. അത് സത്യമാണ്. പക്ഷെ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളും ഞങ്ങളുടെ ഗ്രൂപ്പും ഞങ്ങളുടെ പ്രസ്ഥാനവും സെക്രട്ടേറിയറ്റ് അനക്സ് മധ്യ കേരളത്തിൽ വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. അതിൽ നടക്കുകയും ചെയ്യും. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ അപ്പോൾ ബസ്സുകൾക്ക് സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്ത് ഉദ്ഘാടനം നടത്തി ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഏതായാലും ഒരാളെ മുഖ്യമന്ത്രിക്ക് പൊന്നാടി എണീക്കാൻ വേണ്ടി കയറ്റി വിട്ടൊരു ശ്രദ്ധിക്കണം. കയറി വന്നെങ്കിൽ അത് 1 മിനിറ്റ് വാങ്ങിച്ച പോലെ അതിനിപ്പോൾ നമ്മുടെ CP ജോൺ തള്ളി മാറ്റാണ്. ഒരു മന്ത്രിയല്ലേ, ഒരു മന്ത്രി ഒരു സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറയാൻ കാര്യമാണ്. എൻ്റെ സുഹൃത്താണ്, എൻ്റെ നേതാവൊക്കെയാണ്. ഞാൻ നോക്കിയിട്ട് ഒരു സ്റ്റാൻഡേർഡും കാണുന്നില്ല. ഒരു മന്ത്രിക്ക് എഴുന്നേറ്റ് തള്ളി മാറ്റാമോ? പുള്ളി ഇപ്പോഴും ആ CMPയുടെ നേതാവെന്ന് കാണുന്നുള്ളൂ. എടോ PC ജോണെ, നിങ്ങൾ CMPയുടെ നേതാവല്ലേ? ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ ട്രാൻസ്പോർട്ട് വകുപ്പ് പിന്നെ ഷിപ്പിംഗ് കോർപ്പറേഷനുകളുടെ മന്ത്രിയാണ്. നിങ്ങൾ എഴുന്നേറ്റ് ഒരാൾ തള്ളിക്ക് മാറ്റാവോ? കണ്ടുകൊണ്ടിരിക്കല്ലേ ചാനലല്ല. നിങ്ങളുടെ ശുദ്ധഗതിയാണ്, ഞാൻ കുറ്റപ്പെടുത്തില്ല. പക്ഷെ ആ ശുദ്ധഗതിയല്ലേ പോരാ, നിങ്ങൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. അങ്ങനെ ആണെങ്കിൽ അവിടെ നിൽക്കുന്നത് പറയുന്നത് നിങ്ങൾ പഴയ CB ഓഫീസിൽ കയറി വരുമ്പോൾ നിങ്ങൾ മാറ്റും പോലെ മാറ്റി. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കല്ലേ, അങ്ങനെ ചെയ്യില്ലേ. നിങ്ങളെ സ്റ്റാൻഡേർഡ് കളയല്ലേ. എന്താ രാജാവല്ലോ ആണോ CM എന്ന് പറയുന്നത്? രാജാവാണോ? ഒരു മുഖ്യമന്ത്രിയല്ലേ, ജനങ്ങളുടെ ദാസൻ തന്നെയാണ്. ഒരാൾ പൊന്നാടി അടിക്കും വന്ന് ഏതായാലും മറ്റേ കോപ്പൊക്കെ വെച്ചാളെ കയറ്റുള്ളൂ. കോപ്പ് ഞാൻ പറഞ്ഞത് ഈ ഇതല്ല, ഈ ടെസ്റ്റ് ചെയ്തൊക്കെ ആളെ കയറ്റി വിടുള്ളൂ. അല്ല മുഖ്യമന്ത്രി സ്റ്റൈലിൽ കയറ്റി വിടില്ലോ. അപ്പോൾ പിന്നെ ബോംബ് വയ്ക്കുമ്പോൾ ഇല്ലാന്ന് മനസ്സിലായി. ആ സാധനം വാങ്ങിച്ചു, അല്ലെങ്കിൽ കയ്യിൽ വാങ്ങിച്ചു തന്നെ അയാൾ എറിയിപ്പോവില്ലേ? ഇത് തള്ളി മാറ്റിയത്. ഇതൊക്കെയാണോ സംസ്കാരം, കൾച്ചർ? മൊയ്തീൻ ഷാ പോലുള്ള മനുഷ്യ ഇതൊക്കെ പ്രതികരിച്ചില്ല. പിന്നെ ആരോട് ഈ ലോകത്ത് പ്രതികരിക്കാനുള്ളത്? നിങ്ങൾ സാധാരണക്കൊന്ന് അന്വേഷിച്ച് നോക്കി. ഒരു മന്ത്രിക്ക് പൊന്നാടികളെ സ്റ്റേയിലേക്ക് കയറ്റി വിടുന്നു. സ്റ്റേയിലേക്ക് കയറ്റി വിടുമ്പോൾ സ്വാഭാവികമായിട്ട് 2 സ്ഥലത്തിൽ ചെക്കിങ് കയറി നടക്കില്ല. അങ്ങനെ കയറി വന്നാൽ നിങ്ങൾക്ക് കഴിച്ചിടാൻ പേടിയാണെങ്കിൽ കയ്യിലേക്ക് വാങ്ങിച്ച് പ്രസിദ്ധത പോരെ. ഇത് തള്ളി മാറ്റാണ്. മോശമാണ് സർ. CM ആയാലും കൊള്ളാം, മന്ത്രി ആയാലും കൊള്ളാം, മോശമാണ്. നിങ്ങളാണ് രാജാക്കന്മാർ വിചാരിക്കരുത്. നിങ്ങൾക്ക് ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ട് മാത്രമാണ്. ജനങ്ങളുടെ ദാസന്മാരാണ് CM ഉൾപ്പെടെ, PM ഉൾപ്പെടെ, പ്രസിഡന്റ് ഉൾപ്പെടെ. കാരണം പ്രസിഡന്റ് അവസ്ഥ ജനങ്ങൾ തിരിച്ചു വെക്കുന്നത്. അപ്പോൾ അതൊന്നും അങ്ങനെ ചെയ്യരുത്. അതാണ് പ്രത്യേകത ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ സഖാക്കൾക്ക് പറ്റിയ തെറ്റിനെ കുറിച്ച് അറിയാമല്ലോ. ഇപ്പൊ തോട്ടത്തിൽ രവീന്ദ്രൻ വലിയ സഖാവാണ്. ഇന്നത്തെ ഒരു വ്യാഖ്യാനം, അല്ലെങ്കിൽ സുരേഷ് ഗോപി വീട്ടിൽ വന്ന് പോയതിനെ കുറിച്ച് ഒരു മറുപടി പറഞ്ഞു. എൻ്റെ തോട്ടത്തിൽ രവീന്ദ്രൻ സാറേ, നിങ്ങൾ എന്ത് കമ്മ്യൂണിസ്റ്റ്? പ്രതിപക്ഷ പാർട്ടി മാത്രമല്ല, വ്യക്തിപരമായിട്ടും മാത്രം പാർട്ടിപരമായിട്ടും ജാതിപരമായിട്ടും ഒക്കെ അതിരിലാണ് BJP എന്നുണ്ട് CPM പരസ്യമായിട്ട് ശരിക്കല്ല. അങ്ങനെ ഉള്ള ഒരാൾ നിങ്ങൾ ഓൺ ദ വേയിൽ
ഒരു യോഗത്തിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ കൈ കൊടുക്കുകയോ അല്ലെങ്കിൽ ചിരിക്കുകയോ ചെയ്യാം, അവിടെ തീർത്തോളണം. ഇത് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ പാർട്ടിയായിട്ട് വന്നതല്ല, സുരേഷ് ഗോപി പാർട്ടിയായിട്ട് എനിക്ക് 10-20 വർഷം മുമ്പുള്ള പരിചയമുള്ളതാണ് എന്തൊക്കെ പറഞ്ഞ് ഒരു വ്യാഖ്യാനം കൊടുത്തപ്പോൾ ആ വ്യാഖ്യാനം കൊടുത്തപ്പോൾ ആൾക്കാർ മനസ്സിലായി. പണ്ടൊരു മറിയാമ്മേ സാറാമ്മ പള്ളിയിൽ വെച്ച് ഗ്യാസ് പോയി. അപ്പോൾ അത് അടുത്ത ആഴ്ച വന്നിട്ട് ആ മറിയാമ്മ വേറൊരു മറിയാമ്മനെ കൂടി വിളിച്ച് പറയിപ്പിച്ചറിയോ, കഴിഞ്ഞ ആഴ്ച പോയി ഗ്യാസ് എൻ്റെ അല്ല മറ്റേ മറിയാടെയെന്ന്, അല്ല ആ മറിയാമ്മയല്ല എൻ്റെ ആണെന്ന് വേറൊരു മറിയാമ്മനെ കൂടി വിളിച്ചു പറയിപ്പിച്ച്. അപ്പോൾ ലോകം പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ആരും അറിയോ? അതുപോലെ തോട്ടത്തിൽ രവീന്ദ്രൻ നിങ്ങളുടെ വീട്ടിൽ മുന്നറിയിപ്പില്ല വരില്ലല്ലോ. നിങ്ങൾ പറയട്ടെ, ഇപ്പോഴത്തെ ബന്ധത്തിൽ എൻ്റെ വീട്ടിൽ നമ്മൾ അഭിമുഖം നടത്തുന്നത് ശരിയല്ല, മാറിയോ? അതാണ് നിങ്ങൾക്ക് ആത്മാർത്ഥത ജനങ്ങൾ ചോദ്യം ചെയ്ത ഫലമായിട്ടാണ് ഈ മൂലക്ക പോയിരുന്നത്. ഇതിന് ഇനിയും നടക്കാൻ സാധ്യതയുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുതിയ തലമുറ വരണം, മനുഷ്യത്തുള്ള തലമുറ വരണം. ഈ പഴയ കള്ളന്മാരെയൊക്കെ മാറ്റണം. പാർട്ടി നയിപ്പിച്ചു പറഞ്ഞത് ചൂക്കലൂരും സമ്പത്തുണ്ടാക്കുന്നവരും കക്കാൻ വേണ്ടി മാത്രം. എന്താ കാണുന്നത്? ഭരണം പോയിട്ടും ഞാൻ പറയാം, ആ പഴയ പെൺകുട്ടിയല്ല, ആ മകളെ, ആ കുട്ടിയുടെ മുഖഭാവം കണ്ടിട്ട് സങ്കടം തോന്നാണ്. ഇപ്പം നാളെ ഒളിച്ചു പോകാൻ വേണ്ടി വഴി അന്വേഷിച്ച് എടുക്കാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, എല്ലാ രാഷ്ട്രീയക്കാരും അതെ, കക്കാൻ വേണ്ടി മാത്രം. കക്കാൻ മാത്രമല്ല, കൊള്ള ചെയ്യാൻ വേണ്ടി മാത്രം. കോടികൾ കൊള്ളയുന്നത് രാഷ്ട്രീയക്കാർ, കോടികൾ. ഇലക്ഷൻ നമ്മൾ അറിയാമല്ലോ, പശ്ചിമ ബംഗാളിലൊക്കെ വോട്ടിംഗ് മെഷീൻ കത്തിപ്പോകുന്നു. അങ്ങനെ എല്ലാ നിലക്കും അരാജകത്വം ഉണ്ടാക്കണം. ഇപ്പോൾ ഗസയിൽ കുട്ടികളെ കൊല്ലണം, അവിടെ മുസ്ലിം വംശത്ത് നടത്തണം എന്ന് പറഞ്ഞ ആളുടെ മകനാണ് 3 പേര് കൊന്നതിൽ കപ്പിൽ അമേരിക്കയുടെ ബോംബേർ വെച്ച് കപ്പിൽ തകർന്നത്. ആ മനുഷ്യൻ്റെ മകനാണ് മരിച്ചത്. 21 വയസ്സുള്ള ആൾ, മിടുക്കനായിരുന്നു. അന്ന് അച്ഛൻ സന്തോഷിച്ച് ഗസയിലെ കുട്ടികളെ കൊല്ലുന്നപ്പോഴും കൊല്ലാൻ പ്രോത്സാഹിപ്പിച്ച് സന്തോഷിച്ചു. ഇപ്പം സ്വന്തം മകൻ ജീവൻ പോയപ്പോഴാണ് അച്ഛനെ മനസ്സിലാകുന്നത്. ആരെയും എതിർക്കരുത് അച്ഛ. സ്വന്തം മകൻ മരിക്കും, നിങ്ങൾ കണ്ണീരാണ്, നിങ്ങൾ പ്രശ്നം പറ്റി. നിങ്ങൾ അതുപോലെ മകളാണ് ഈ എവിടെയുള്ളൂ ലോകത്ത് ഏത് കുട്ടിയും ഈ 10 മാസം വയറ്റിലിട്ട് വളർത്തിയാണ് പുറത്ത് വരുന്നത്. ഒരു ദിവസം വരുന്നതല്ല. അത് കണ്ട് ആസ്വദിക്കരുത്. നീ നോക്കണ്ടേ. ഇപ്പം ഏതായാലും ഒരു കാര്യം സമാധാനമായിട്ട് പറയുന്നത്, ഇസ്രായേലല്ല അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഒത്തുതീർപ്പായി എന്നും വെള്ളിയാഴ്ച ഒപ്പിടുന്നൊക്കെയാണ് കേൾക്കുന്നത്. അത് എന്തുമാത്രം ശരിയിടുന്ന് അറിയില്ല. എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടായാൽ അത് നല്ലത്. അത്രയും നമുക്ക് പറയാനുള്ളത്. ഇത്ര കണ്ട് കാര്യങ്ങൾ അപകടത്തിലേക്കാണ് ലോകം പോകുന്നത്. ഒരു നിലക്ക് നമുക്കൊരു സന്തോഷിക്കാനുള്ളൊരു വക കാണുന്നില്ല. ഏത് നിലക്കാണെങ്കിലും മനുഷ്യനെ ബുദ്ധിമുട്ടിയോ. ഇപ്പം സാധനങ്ങളുടെ വില വന്നത്, ഗ്യാസിന് കൂടിയത് നിങ്ങളൊന്നും മനസ്സിലാക്കണം. ഗ്യാസിന് കൂടിയത് ഇപ്പോൾ 1600 ഗ്യാസ് 2000, ഒരു 3 കാശ് കൂടി വ്യാവസായിക 3 കൂടിയ ഗ്യാസ് ഹോട്ടലിൽ ഉപയോഗിക്കുന്നതിന് 10% ഒരു ഗ്യാസ് വരുന്നില്ല, ബാക്കി 90% വേറെയാണല്ലോ. എന്നിട്ട് മൊത്തം ഗ്യാസ് കൂട്ടി 3 12 വെച്ചാൽ 15 രൂപ, അങ്ങനെ 30%, 25% കൂട്ടി വയ്ക്കുന്നത്. എന്നിട്ട് അത് വീട്ടിൽ 2 ഒന്നുകൂടി കൂട്ടി. ഇങ്ങനെ കൂട്ടി പോയി അവസാനം മനുഷ്യരെങ്ങനെ ജീവിക്കാൻ പറ്റണ്ടേ? പണിയില്ല, പണി കണ്ടിട്ട് കൂലിയില്ല, കൂലി തന്നെ കിട്ടുന്ന കാശ് പോരാകുന്നു. അങ്ങക്ക് മനുഷ്യ നിരാശയുടെ വക്കത്താണ്, നിരാശയുടെ വക്കത്ത്. അതിന് പരിഹാരമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതായാലും ഒരു കാര്യം പറയാം, UDF നേതാക്കളും BJP നേതാക്കളും ഒക്കെ വേണ്ട, ആര് നേതാക്കളും ഭരിക്കട്ടെ, നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ജനങ്ങൾക്ക് സമാധാനവും സന്തോഷവും സംതൃപ്തിയും ജീവിക്കാനുള്ള അവസരം ഉണ്ടാകും. ഞാനൊരു കാരാട്ട് റസാക്കോ ഒരുത്തനുണ്ട്, ഈ സംഘപരിവാറിന് പൈസ വാങ്ങിച്ച് ഒരു ഘോഷ് കാണിക്കുന്ന ഒരുത്തൻ. അവൻ തന്നെ പറഞ്ഞറിയോ, അവൻ MN കാരാശ്ശേരി, ഒരു കാരാട്ട് റസാക്ക്. MN കാരാശ്ശേരിയോട് കിടക്കുന്നു, നിങ്ങളിവിടെ കിടക്കുന്നു. നിങ്ങൾ 10 പൈസ നക്കാപ്പിച്ചുകൂടി RSന് ഒന്നുമല്ലേ. MN കാരാശ്ശേരി വ്യക്തിത്വമുള്ളതാണ്. MN കാരാശ്ശേരി എന്താ പറഞ്ഞത്? ഇവിടെ 7 പേരുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. മിനിമം 7 പേര് വേണം. ഏത് സംഘടനക്കും അത് ഇന്ത്യൻ ഭരണഘടന, ഇന്ത്യൻ നിയമമാണ്.
അങ്ങനെ 100 വർഷ പഴക്കമുള്ള ലോകത്തെ ഏറ്റവും വലിയ സംഘടന RSS എങ്കിൽ നിങ്ങൾക്ക് എന്തോ രജിസ്ട്രേഷൻ ഇല്ലാത്തത്? നിങ്ങൾ എത്ര രൂപ ടാക്സ് കൊടുക്കുന്നത്? എത്ര രൂപയുടെ പിരിവ് വാങ്ങിക്കുന്നുണ്ട്? പിന്നെ ഒരു കൂട്ടി സംഘടനകൾ വിദേശത്ത് നിന്ന് RSS വേണ്ടി ഫണ്ട് സപ്ലൈ ചെയ്താണ്. ഇതിനെവിടെ ഇതിൻ്റെ കണക്ക്? ഒരു കണക്ക് വേണ്ടേ? ബില്ല് വേണ്ടേ? റെസിപ്റ്റ് വേണ്ടേ? വൗച്ചർ വേണ്ടേ? ലെറ്റർ പാഡ് വേണ്ടേ? രജിസ്ട്രേഷൻ വേണ്ടേ? ഒന്നുമില്ലാതെ ഇപ്പം മാതൃഭൂമി പത്രത്തിൽ ഞങ്ങളൊരു പാർട്ടി ഉണ്ടാക്കിയപ്പോഴേ അത് രജിസ്ട്രേഷൻ ഇല്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പാർട്ടി കൊടുത്തില്ല. 10,000 രൂപ കേരളത്തിൽ അല്ലതില്ലേ? പക്ഷേ RSS ന്യൂസ് കൊടുക്കുമ്പോൾ എവിടെയാണ് രജിസ്ട്രേഷൻ ഉള്ളത്? അപ്പോൾ തെമ്മാടിത്തല കാണിക്കുന്നത് അജാതീയതയും വർഗീയതയും സംഘിത മനോഭാവമല്ലേ? മൊയ്തീൻ ഒരു പാർട്ടി ഓടിക്കപ്പോൾ അത് രജിസ്റ്റർ ഇല്ലാതെ ഞങ്ങൾ ന്യൂസ് കൊടുക്കുന്നില്ല, ഞങ്ങൾ നിർത്തിപ്പോയി. അവിടെ ബഹിഷ്കരിച്ചു മാതൃഭൂമി. പക്ഷേ RSS ന്യൂസ് കൊടുക്കുമ്പോൾ മറ്റു കാര്യം കൊടുക്കുമ്പോൾ ഇവിടെ ഒരു RSS രജിസ്ട്രേഷൻ. കുറച്ച് സങ്കടമുണ്ട്. ഇത്രയും തീവട്ടിക്കുള്ളിൽ അനീതി ചെയ്യുമ്പോഴേ അത് പ്രതികരിക്കാൻ നല്ലൊരു മനുഷ്യവർഗം അല്ലാതെ പോകും. അതാണ് അനീതിക്ക് പ്രതികരിക്കുക. അപ്പോൾ കാരാട്ട് റസാക്ക് പറഞ്ഞത് MN കാരശ്ശേരി കുറ്റം പറഞ്ഞല്ലോ. അതിനൊക്കെ നല്ലത് നിന്റെ സംഘടനക്ക് RSS രജിസ്ട്രേഷൻ ഉണ്ടെന്ന് ചോദിക്കാതെയായിട്ട്. ഒരു സംഘടന ഇന്ത്യയിൽ പ്രവർത്തിക്കണേ അതിന് രജിസ്ട്രേഷൻ വേണം, കണക്ക് വേണം, വൗച്ചർ വേണം, കാലാകാലം കണക്ക് ഹാജരാക്കണം, ബാലൻസ് വെക്കണം. അതുകൊണ്ടോ എത്ര കോടി ഇടപാട് ചെയ്താലും ഒരു കണക്ക്, ഒരു ലെറ്റപ്പാട് വരില്ല, ഒരു വിസിറ്റിംഗ് കാർഡില്ല, ഒരു രജിസ്ട്രേഷൻ. പിന്നെ ലെറ്റപ്പാട് എന്നിട്ട് ഈ മാതൃഭൂമിയിൽ ആരെയും വേണ്ടുന്നുണ്ടോ? പാവം മൊയ്തീൻ ഒരു പാർട്ടിയോടേക്ക് പഴയ 10 BJP വെച്ചാൽ എല്ലാ പാർട്ടിയും പ്രവർത്തിച്ച അനുഭവസ്ഥനായിട്ടും അനുഭജ്ഞാനായിട്ട് വന്ന 17 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്. 75 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഒരു പാർട്ടിയായിട്ട് പോയില്ല, ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ആ പാർട്ടി ജനതാദളാണല്ലോ, പ്രത്യേക രജിസ്ട്രേഷൻ ആവില്ല. ആ പാർട്ടിക്ക് രജിസ്ട്രേഷൻ ഇല്ലാതെ ഞങ്ങൾ ന്യൂസ് കൊടുത്തില്ല. 5-7 വർഷം ഞാൻ ഇപ്പോഴേ പറഞ്ഞത് എനിക്ക് മാതൃഭൂമിയായിട്ട് ഒരു പത്രമായിട്ട് കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല. കാരണം അതൊക്കെ പല സത്യങ്ങളും തുറന്ന് പറഞ്ഞ പത്രമാണ്. അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇത് നമ്മുടെ മനസ്സിന് വിഷമോട്ട് പറഞ്ഞാണ്. പക്ഷേ RSS രജിസ്ട്രേഷനോടെ അപ്പോൾ അത് പറയട്ടില്ലേ? അപ്പം അങ്ങനെ സങ്കുചിത മനോഭാവമൊക്കെ മാറ്റിവെച്ച് ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, പത്രധർമ്മം നടക്കുക. നമ്മൾ ചെറുതായിട്ട് ഷാർട്ട് ടൈമിൽ 10-ൻ്റെ ഒരു പത്രാധിപരാണ്, ചെറുതെങ്കിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ അറിയാം. അതാണ് പക്ഷേ ആ വിഷയം ചാനലിൽ കുറയുന്നത്. അവിടെ എല്ലാവർക്കും ഞാൻ എൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. നിങ്ങൾക്ക് ഒരായി നിന്ന് ചെയ്യുന്നു.